സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് 1-ാം അധ്യായം നിങ്ങൾ ഒന്ന് വായിക്കണം. താഴോട്ട് വായിച്ചു വരുമ്പോൾ യോഹന്നാൻ ആത്മവിവശതയിൽ ആയി എന്ന് പറയുന്നുണ്ട്. നിങ്ങളവിടെ ശ്രദ്ധിക്കുക. സ്തോത്രം. കഴുകന്മാർ പുറത്ത് നിൽപ്പുണ്ട്. ആ ദ്വീപ് യോഹന്നാന് അനുകൂലമൊന്നുമല്ല. ആ അകത്ത് കിടക്കുന്ന യോഹന്നാന് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ യേശു യോഹന്നാനെ രക്ഷപ്പെടുത്തണ്ടേ? ഇല്ല. പകരം ആത്മവിവശതയിൽ കൊണ്ടുവന്നിട്ട് വെളിപ്പാട് കൊടുത്തു. എന്തിനാണ് ഞാനിത് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നീ ഒതുങ്ങിക്കൂടി മൂലയിൽ ഒതുങ്ങി, നിന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാനും പറ്റൂല, പഴയതുപോലെ പ്രസംഗിക്കാനും പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഷുഗറാണ്, എനിക്കിപ്പോൾ കൊളസ്ട്രോളാണ്, എനിക്കിപ്പോൾ നടുവേദനയാണ്, കാലുവേദനയാണ്, ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് നിവൃത്തിയില്ല, പ്രശ്നം കൊണ്ട് നിവൃത്തിയില്ല, മക്കളെ വിഷയം കൊണ്ട് നിവൃത്തിയില്ല, കടം വാച്ചവർക്ക് തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. ഹലോ പത്മോസ് ദ്വീപിൽ യോഹന്നാന് വന്ന വെളിപ്പാട് ശ്രദ്ധിക്കേ. എൻ്റെ കർത്താവിന് കഴിയാത്തതായ ഒരു കാര്യമില്ല. ആ ചുറ്റുപാടിനകത്ത് എന്തിനാണ് സ്തോത്രം കർത്താവ് അവനെ രക്ഷിക്കാതെ ആത്മവിവശതയിൽ കൊണ്ടുവന്നിട്ട് വെളിപ്പാട് കൊടുത്ത് സഭകൾക്കുള്ള ആഴമേറിയ വെളിപ്പാട്? നിൻ്റെ നേരെ വരുന്ന ഓരോ പ്രശ്നങ്ങളും നിൻ്റെ ജഡപ്രകാരം എടുക്കാതെ നീ ആത്മാവിൽ അതിനെ ധ്യാനിച്ചു നോക്ക്. സ്തോത്രം. ഹല്ലേലൂയ. നീ കറക്റ്റായി ചെയ്യും. കാരണം അവിടെ കഴുകന്മാർ, ദ്വീപിൻ്റെ പുറകിൽ കിടക്കുന്ന സ്തോത്രം എല്ലും കൂടുകൾ ഒത്തിരി നമുക്ക് പറയാനും വല്ലാത്ത അന്തരീക്ഷം. പക്ഷെ യോഹന്നാൻ ദ്വീപിൻ്റെ വലിപ്പവും പറഞ്ഞില്ല, കഴുകന്മാരുടെ വലിപ്പവും പറഞ്ഞില്ല. ആ ദ്വീപിനകത്ത് ഏവനൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം മരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ യോഹന്നാനെ നിർത്തി. എവിടെ ദർശനം കിട്ടൂല, എവിടെ നിനക്ക് വെളിപ്പാട് കിട്ടൂല, നീ നല്ലൊരു പാസ്റ്റർ അല്ലെന്ന് പറഞ്ഞുവോ, അവിടെ എൻ്റെ ദൈവം നിനക്ക് വെളിപ്പാടിന് തരാൻ പോകുകയാണ്. അവിടെ എൻ്റെ ദൈവം നിന്നെ സ്തോത്രം മാനിക്കാൻ പോകുകയാണ്. അവിടെ എൻ്റെ കർത്താവ് ദാവീദിൻ്റെ മേൽ അഭിഷേകം ചെയ്തതുപോലെ നിന്നെ എൻ്റെ ദൈവം പുതു അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുകയാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കതൊരു വിഷയമല്ല. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനത്തെ വാക്കുകൾ സംസാരിക്കുന്നുണ്ട് ഞങ്ങളടുക്കെ. ഹല്ലേലൂയ. സ്തോത്രം. കാളകളെ മാത്രം ഉഴുതു മറിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. അവൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്. 2 തൻ്റെ മകനും കൃഷിക്കാരനാകണമെന്നുള്ള ആഗ്രഹം സ്തോത്രമുണ്ട്. പക്ഷെ ദൈവം അവനെ കൃഷിക്കാരനായിട്ടല്ല കണ്ടേ. ആളുടെ പേര് എലീശയുടെ പുറമെ വീണ പുതപ്പിൻ്റെ അഭിഷേകത്താൽ എലീശയുടെ അതിരുകളെ വലുതാക്കി വലിയൊരു പ്രവാചകനായി മാറി. നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന പാസ്റ്റർ, വിശ്വാസി, ശ്രദ്ധിക്കേ. നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, നിന്നെ അപമാനിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അപമാനിച്ചവരുണ്ട്. പക്ഷേ നീ കുറിച്ചിട്ടോ 2025 അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിന്നെ പുതുവഴിയിലേക്ക്, പുതിയ അഭിഷേകത്തിൽ, മാന്യതയിലേക്ക് എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. അവിടെ പത്മോസ് ദ്വീപിനകത്ത് യോഹന്നാനെ ഈസിയായിട്ട് ദൈവത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ രക്ഷപ്പെടുത്തിയില്ല. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. രക്ഷപ്പെടുത്താതെ അതേ സ്ഥലത്ത് ദൈവം ആരാണെന്ന് തെളിയിച്ചു കൊടുത്തു. കഴുകന്മാർ ശരിക്കും പറഞ്ഞാൽ യോഹന്നാനെ കണ്ട് തലകുനിഞ്ഞെന്ന് വേണം പറയാൻ. കൂർത്ത മുനയുള്ള നഖങ്ങൾ കൊണ്ടും കൂർത്ത ചുണ്ടുകൾ കൊണ്ടും സ്തോത്രം ഇപ്പോൾ യോഹന്നാനെ അങ്ങ് വിഴുങ്ങിക്കളയാന്ന് പറഞ്ഞ് നിന്ന കഴുകന്മാർ, ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുന്ന കഴുകന്മാരും, പാസ്റ്ററെ നിനക്ക് ചുറ്റും ഇരുന്നാലും പത്മോസ് ദ്വീപിനകത്ത് ഇറങ്ങി വന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നാൽ നീ ഏത് പത്മോസിൻ്റെ അവസ്ഥയിലായിരുന്നാലും എൻ്റെ ദൈവം നിനക്ക് വെളിപ്പാട് തരാൻ പോകുകയാണ്. വിശ്വസിക്കേ.
ആമേൻ. ആ പത്മോസ് ദ്വീപിനകത്ത് കിടന്ന് തന്നെയാണ് വെളിപ്പാട് കിട്ടിയത്. നീ എവിടെയാണ് വീണതെന്ന് മാത്രം പറ. എൻ്റെ ഇടയ്ക്കല്ല, ദൈവത്തോട് പറ. ഞാൻ ഇന്ന വിഷയത്തിൽ വീണുപോയി, ഞാൻ ഇന്ന ചിന്തയിൽ വീണുപോയി, ഞാൻ ഇന്ന പ്രശ്നത്തിലായിപ്പോയി. എനിക്ക് ഒരുപാട് പേര് എന്നെ സഹായിക്കാനും ഒക്കെയുണ്ട്, പക്ഷെ അവരെല്ലാം എന്നെ കൈവിട്ടു. എനിക്കിപ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്തത്. ഹലോ, ചിന്തിക്കുക. നീ ദൈവഹിതത്തിനൊത്ത വണ്ണം മുമ്പിലോട്ട് പോയി നോക്ക്. മോശ പറഞ്ഞ എന്താണ്? നിൻ്റെ സാന്നിധ്യം കൂടാതെ എന്നെ എന്ത് ചെയ്യരുത്, വിടരുത്. ഈ യോഹന്നാനെ അതേപോലെ വേറൊരു ജയിലറയ്ക്കകത്തല്ലേ പത്രോസും കിടന്നേ. പത്രോസിനെ അപ്പം തന്നെ എന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ ദൂതനിറങ്ങി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആ വാതിലുകളൊക്കെ തുറന്നു കൊടുത്തില്ലേ? യോഹന്നാൻ ഒരു വാതിലും തുറന്നില്ലല്ലോ. തുറന്ന നിങ്ങൾ വായിക്കുക, വെളിപ്പാട് വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. തുറന്നു, അവൻ്റെ ആത്മീയ മണ്ഡലം തുറന്നു. ആ യോഹന്നാൻ ഇതുവരയ്ക്കും കാണാത്തതും സംസാരിക്കാത്തതും ചിന്തിക്കാത്തതും ആ പത്മോസ് ദ്വീപിനകത്ത് എൻ്റെ ദൈവം അവന് കാണിച്ചു കൊടുത്തു. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന തിരുവനന്തപുരം പട്ടണമാകട്ടെ, അല്ലെങ്കിൽ പുറമേ ഉള്ള ആൾക്കാരാകട്ടെ, ആരായിരുന്നാലും, പാസ്റ്റർമാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ഒരു പുതിയ അഭിഷേകം നിൻ്റെ മേൽ എൻ്റെ ദൈവം പകരും. നീ തളർന്ന് ഒടിഞ്ഞ് ഉച്ചകുത്തി ഇരിക്കാനുള്ളവനല്ല, നീ എണീറ്റ് പ്രകാശിക്കേണ്ടവനാണ്. ദാവീദ് പറഞ്ഞു, ഏലിയാവ് പറഞ്ഞു, എനിക്കിനി വയ്യ, മരിച്ചാൽ മതി. ഏലിയാവിനെ മരണത്തിൻ്റെ വാക്കിൽ നിന്നും മരണത്തിൻ്റെ ആഴത്തിൽ നിന്നും വിടുവിച്ച കർത്താവ്. സ്തോത്രം പറയാൻ പറ്റുമോ? ഹലോ, ചിന്തിക്കാൻ പറ്റുമോ? ദാവീദ് പറയുന്നു, ആമേൻ ആമേൻ, യഹോവ എൻ്റെ ഇടയൻ. കണ്ട, അപ്പോൾ സാഹചര്യങ്ങളും പത്മോസ് പോലത്തുള്ള വിഷയങ്ങൾ നിൻ്റെ നേരെ വരുമ്പോൾ അതിനകത്ത് ഒഴുകിപ്പോകാതെ നീ പറയേണ്ട ഒരു പദം, ഇതിനെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതാണ് പിതാവാം ദൈവം, അല്ലേ? കറക്റ്റല്ലേ? അവൻ യേശു ഒരു ദൂതനെ പോലെ വന്നില്ലല്ലോ, മനുഷ്യനായിട്ടല്ലേ വന്നേ. എന്തിന്? അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഞാനൊക്കെ ഒത്തിരി ഗുണ്ടാ ഫീൽഡിൽ നടന്ന ഒരുത്തനായിരുന്നു. പക്ഷെ എന്നെ സ്നേഹിക്കാൻ അമ്മയുണ്ട്, പപ്പയുണ്ട്, ഇപ്പോൾ വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെക്കാൾ അപ്പുറം എന്നെ സ്നേഹിക്കാൻ, എൻ്റെ ആപത്തുകൾ, എൻ്റെ വിഷയങ്ങൾ, എന്ത് വിഷയത്തിലാവട്ടെ, യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. മനസ്സിലാക്കുക. നിൻ്റെ നേരെ എത്ര ആഭിചാരം അഴിച്ചു വിട്ടാലും, എന്തെല്ലാം ആഭിചാരം നിന്നെ നോക്കി, നിൻ്റെ സഭയെ നോക്കി, നിന്നെ നോക്കി ചെയ്താലും ശരി തന്നെ, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ, നീ ജയിക്കും. അതുകൊണ്ട് പത്മോസ് ദ്വീപ് നിങ്ങളെടുത്ത് പഠിക്കണം. അവിടെ കഴുകനുണ്ട്, അയ്യോ എന്ന് വിളിക്കരുത്. മറ്റേ മോശ ആ സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വിടുമ്പോൾ പറയണം, അനാക്യൻ മല്ലന്മാരുണ്ട് അവിടെ, അതുണ്ട് ഇതുണ്ട്. കർത്താവിൻ്റെ അത്ഭുതം കണ്ടവരാണ്, അല്ലേ? ഫറവോന് നേരെ വിട്ട ബാധകളെ ഒക്കെ കണ്ടതാണ്. അവരായി പറയുന്നത്. ഇതുപോലെയാണ് നമ്മളെ ബന്ധക്കോസുകാർ. ഭയങ്കര ആത്മീയരാണ്. പക്ഷേ ഒരു പൈശാചികത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വ്യക്തതയുണ്ടെന്ന് പറഞ്ഞാൽ മതി, 3 പ്രാവശ്യം അവർ ഓടി തള്ളിക്കളായി. കൂട്ടത്തോട് അന്യഭാഷ പറയാനും കൈയടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റയ്ക്ക് ആ അമ്പലത്തിൻ്റെ അടുത്തൂടെ പോട്ട് മുട്ടിടിക്കും, പേടിക്കും, വിറയ്ക്കും. അതാണ് അവൻ്റെ താക്കോൽ. ആരാ? സാത്താൻ്റെ. അതുകൊണ്ട് വീണ്ടും പറയുന്ന, എണീറ്റ് പ്രകാശിക്കുക. വെളിപ്പാട് 1-ാം അധ്യായം നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കുക. യോഹന്നാൻ പറയുന്ന വലിയ ആഴങ്ങളുണ്ട്, വലിയ ആഴങ്ങളുണ്ട്. ചുമ്മാ വായിച്ച് കളയരുത്. സ്തോത്രം. പത്മോസ് ദ്വീപ് യോഹന്നാൻ ജയിച്ചു. കഴുകനെ യോഹന്നാൻ ജയിച്ചു. കഴുകനൊക്കെ തല കുനിഞ്ഞ് നിന്ന്. സ്തോത്രം. നമ്മളാണ് പത്മോസ് ദ്വീപിൽ കിടന്നെങ്കിൽ കഴുകാൻ അപ്പോഴേ എടുത്തുണ്ടെങ്കിൽ പൊക്കളഞ്ഞ ഞാൻ. കാരണം നല്ല വിശ്വാസമാണ് നമുക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കേ. വാക്കുകളാൽ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.